നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മ്യൂസിക് സ്റ്റേഷനിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മ്യൂസിക് സ്റ്റേഷനിലൂടെയുള്ള സംഗീതയാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ഗായികയെയാണ്, ലക്ഷ്മി. ലക്ഷ്മിയെ മ്യൂസിക് സ്റ്റേഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ലക്ഷ്മിയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് കൊല്ലം ചാത്തന്നൂരാണ്. സംഗീത രംഗത്താണോ പൂർണ്ണമായിട്ടും, അതോ മറ്റ് ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടോ? 2018 മുതൽ 2023 വരെ മൈലക്കാട് പഞ്ചായത്ത് UPSൽ നോൺ ഫീഡിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി ശരി. അപ്പോൾ അവിടെ വെച്ചിട്ട് 2022 സംഗീത ദിനത്തിൻ്റെ അന്ന് നമ്മുടെ പാട്ടിൻ്റെ വീഡിയോ ഒക്കെ പോയി ഒത്തിരി വൈറലായതൊക്കെ ആയിരുന്നു ചാനലുകളിലൊക്കെ. അതിനുശേഷം 2023 നമ്മുടെ കൊല്ലം കലോത്സവ വേദിയിൽ വെച്ചിട്ട് അവിടുന്ന് ഇതുപോലെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് മാറി. ഇപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറാൻ എന്താണ് കാര്യം? മാറാനെന്ന് വെച്ചാൽ അത് പാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണോ? അങ്ങനെയല്ല, അത് നമുക്ക് ഒരുപാട് സ്ട്രെയിനുള്ള ജോലിയാണ്. ഒറ്റയ്ക്ക് ഉള്ളൂ, അവർ ഹെൽപ്പിനൊന്നും നമുക്ക് ആരും തന്നിട്ടില്ല. ഒരു സ്കൂളിൽ നോൺ ഫീഡിങ് സ്റ്റാഫ് ഒരാൾ അത് രാവിലെ 6:30 മണിക്ക് കയറിയാൽ ഏതാണ്ടൊരു 4 മണിവരെയൊക്കെ ആവും നമ്മൾ ഇറങ്ങാൻ. അപ്പം ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് പിന്നെ കുട്ടികളോടുള്ള സ്നേഹം വെച്ചിട്ട് 6 വർഷം നിന്നു. വയ്യാന്ന് തോന്നിയപ്പോൾ മാറി. പാട്ട് കുട്ടിക്കാലം മുതലുള്ള ഒരു പാഷനാണോ സംഗീതം എന്ന് പറഞ്ഞാൽ? എനിക്ക് ഭയങ്കര. എത്ര വയസ്സൊക്കെ മുതൽ പാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും? അങ്ങനെ വയസ്സെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ വരത്തില്ലേ, അപ്പം നമ്മളതിനെ സമ്മാനം അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത്. നമുക്ക് എങ്ങനെ പാടാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് ചുമ്മാ അങ്ങ് ചേരുവാ. അതിൽ സമ്മാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പങ്കെടുക്കുക. നമുക്കൊരു പാട്ട് പാടാൻ പറ്റുക. പിന്നെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പാട്ട്, പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം വെച്ചാൽ പറ്റിയിട്ടില്ല. അതിനുശേഷം സ്കൂളിൽ വന്നിട്ട് സന്ധ്യ ടീച്ചർ, സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഓരോരോ സാഹചര്യം കൊണ്ട് അതും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നമുക്കതിലേക്കൊക്കെ മടങ്ങി വരാം. ആദ്യത്തെ ഒരു പാട്ട്, ഇപ്പോൾ എല്ലാവരും പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ടിലേക്ക് വരാം. ആദ്യം വാണിയമ്മ പാടിയ മനസ്സിൻ മടിയിലെ. വാണിയമ്മയാണ് ഫേവറേറ്റ് സിംഗർ. ഫേവറേറ്റ് സിംഗർ എന്ന് വെച്ചാൽ ചിത്ര ചേച്ചിയൊക്കെ ഇഷ്ടം, പക്ഷേ ജാനകിയമ്മയായിട്ട് എന്തോ ഒരു ടച്ച് മനസ്സുണ്ട്. അതെന്താന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു ഇഷ്ടം. ജാനകിയമ്മയാണ് ഫേവറേറ്റ് സിംഗർ അല്ലേ? ശരി. ഏതായാലും നമുക്കിപ്പോൾ ഈ പാട്ടിലേക്ക് പോകാം. ായിട്ട് പാടി ലക്ഷ്മി. അപ്പോൾ ജാനകിയമ്മയാണ് ഒരു ഓൾ ടൈം ഒരു ഫേവറേറ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ അല്ലേ? എന്തോ മനസ്സിൽ തൊട്ട ഇഷ്ടം. പഴയ പാട്ടുകളാണോ കൂടുതലായിട്ടും ജാനകിയമ്മയുടെ കേൾക്കാറുള്ളത്? എനിക്ക് പുതിയ ട്രെൻഡിങ് പാട്ടുകളോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. എന്നാലും ഇപ്പോഴത്തെ പാട്ടുകൾ കേട്ടാൽ കൂടി നമുക്ക് പെട്ടെന്ന് പണ്ടത്തെ പോലെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വരികളാണെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് കയറില്ല അല്ലേ? പണ്ടത്തെ പാട്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, നമുക്ക് എപ്പോഴും അത് പാടാൻ പറ്റും. പിന്നെ ചിത്രചേച്ചിയുടെ ഒക്കെ പാട്ടുകൾ പാടാറുണ്ടല്ലോ അല്ലേ ധാരാളമായിട്ട്? വേദികളിൽ പ്രോഗ്രാംസിന് പോകാറുണ്ടോ? അത്യാവശ്യം നമുക്ക് മൈലക്കാട് തന്നെ കൊല്ലം മ്യൂസിക് ബ്രോ എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്. അതിൽ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പോകാറുണ്ട്. പിന്നെ 2022 ഒരു വൈറൽ വീഡിയോയെ കുറിച്ച് പറഞ്ഞല്ലോ, പാട്ട് തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിൽ അന്ന് സംഗീത ദിനത്തോടനുബന്ധിച്ച് വിഭജിക എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സാറ് സെറ്റ് ചെയ്തായിരുന്നു. സാറിന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടം, പാടാൻ അറിയില്ലെങ്കിലും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അന്ന് സപ്തസ്വരങ്ങൾ വെച്ചിട്ട് ഒരു 7 പേരെ വെച്ചിട്ട് സപ്തസ്വരങ്ങളെ പ്രണമിച്ചുകൊണ്ട് തിരി കത്തിക്കലുണ്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ഒരു തിരി കത്തിക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. അപ്പം അന്ന് അതിനോടനുബന്ധിച്ച് ചാനലൊക്കെ വന്നപ്പോഴും അതിലിങ്ങനെ ഇത് പാട്ട് പാടാനൊരു അവസരം കിട്ടി. അങ്ങനെ അത്
ഒത്തിരി ഏത് പാട്ടായിരുന്നു അന്ന് പാടിയിരുന്നത്? അന്ന് ജാനകിയമ്മയുടെ കൈക്കുടണം നിറയെ. ഓ, അതും ജാനകിയമ്മ തന്നെ. ഓക്കെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് ഇനി പോവാം. ഇനി ജാനകിയമ്മയുടെ പാട്ട് തന്നെയാണോ അതോ ചിത്ര ചേച്ചിയുടെ പാട്ട് പാടാം? ഓ ശരി, പാടാം. എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം. നൂറായിരമിതളായി നീ നിറരുവാൻ ജന്മം യുഗമാ ലക്ഷ്മി സ്കൂൾ തലത്തിൽ തൊട്ടേ പാട്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞു, പാട്ട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? കൊച്ചിലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ സ്കൂളിൽ നിന്നിട്ട് വീഡിയോ വന്നതിന് ശേഷം ടീച്ചറൊക്കെ പറഞ്ഞു, ചേച്ചി പഠിക്കണം ചേച്ചി, നല്ല വോയിസാണ്, ചേച്ചി നല്ല രീതിയിലാക്കി എടുക്കണമെന്നൊക്കെ അവർ പറഞ്ഞിട്ട് ആ വർഷത്തെ നമ്മുടെ നവമി വന്നപ്പോൾ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്ത് തുടങ്ങി വെച്ചതായിരുന്നു. ടീച്ചറിന് പിന്നെ നമ്മുടെ സ്കൂൾ ഓപ്പൺ ചെയ്ത കലോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പോകാൻ പറ്റും. ഞാൻ അന്ന് സ്കൂളിൽ നിന്നത് കൊണ്ട് കുരിപ്പുഴ വരെ പോയി പഠിക്കാനും പറ്റില്ല. ടീച്ചർ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാൻ മുടങ്ങിപ്പോയി. അത് തോന്നുന്നുണ്ടോ ഇനിയും പഠിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അത് എന്താണ്? തീർച്ചയായും ഒരു അവസരം കിട്ടിയാൽ മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ശരി, അതിനുള്ള അവസരം വരട്ടെ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഏതാണ് അടുത്ത ഇനിയും പാടാൻ പോകുന്നത്? ഓലത്തുമ്പത്തിരും നോയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മനിച്ചയ്യാ എന്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. അസലായിട്ട് പാടി. രാജേഷ് സാറിൻ്റെ മനോഹരമായിട്ടുള്ള ഗാനം അല്ലേ? പുതിയ പാട്ടുകളാണ് കൂടുതലായിട്ടും പാടാറുള്ളത്, ഈ തരത്തിലുള്ള പാട്ടുകൾ, അതോ പഴയ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? ഒരുവിധം ഒരു 2000 വരെയൊക്കെ ഉള്ള പാട്ട് എനിക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന പാട്ടുകൾ. അതുപോലെ അന്യഭാഷാ ഗാനങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാറുണ്ടോ? ഹിന്ദി പാട്ടുകളൊക്കെ പാടണമെന്ന് ഒരുപാട് ആഗ്രഹം, പക്ഷേ പാടിക്കഴിഞ്ഞാൽ തെറ്റുമോ അത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം. അതുകൊണ്ട് അതിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, വേറെ റെക്കോർഡിങ്സിലോ അല്ലെങ്കിൽ ഡിവോഷണൽ ആൽബംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, അത്യാവശ്യം ഈ പ്രോഗ്രാമിന് പോകുന്നതല്ലാതെ പിന്നെ നമ്മുടെ ശ്രീഭൂനാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് അവിടെ യുവജനവേദി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ശരി, അവരുടെ വകയായ എല്ലാ വർഷവും ഗാനമേളയാണ്. അപ്പം നല്ല നല്ല ടീമുകളാണ് അവിടെ വരുന്നത്. അപ്പം അതിൽ എല്ലാ വർഷവും പാടാനൊരു അവസരം കിട്ടാറുണ്ട്. എന്താണ് ഒരു ഈ സംഗീത രംഗത്തെ ഒരു അംബീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എന്താണ്? തീർച്ചയായും ഉണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ലൈഫ് അവസാനിക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യമെങ്കിലും ചവിട്ടി നിൽക്കാൻ പറ്റണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ആഗ്രഹം? ഏത് പ്ലാറ്റ്ഫോമാണ് ആഗ്രഹിക്കുന്നത്? ഇത് പ്ലാറ്റ്ഫോം നമ്മുടെ നല്ലൊരു ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ മരിക്കുന്നതിന് മുന്നേ എനിക്ക് ചിത്ര ചേച്ചി ഒന്ന് കാണാൻ പറ്റണം എന്നൊരു ഭയങ്കരമായിട്ടുള്ള മോഹമുണ്ട്. നടക്കുമെന്നൊന്നും അറിയുന്നില്ല, അറിഞ്ഞൂടാ. പ്രോഗ്രാം കാണട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എനിക്കൊന്ന് കാണാനൊന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ചേച്ചിയുടെ മുന്നിലൊക്കെ ഒരു തവണയെങ്കിലും ഒരു പാട്ട് പാടണമെന്നൊരു വലിയ മോഹമുണ്ട്. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്ന ഭർത്താവ്, മക്കള്, അങ്ങനെയൊക്കെ അച്ഛനമ്മ. പക്ഷെ എന്നോട് ആരെങ്കിലും മക്കളെയാണോ പാട്ടിനെയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പാട്ടെന്നേ പറയൂ. മക്കളോടുള്ള ഇഷ്ടക്കുറവൊന്നും അല്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതൽ. നമ്മുടെ 10-21 വയസ്സിലായപ്പോൾ നമ്മുടെ കൂടെ കൂടിയവരാണ് ഭർത്താവായാലും മക്കളായാലും ഒക്കെ. പക്ഷെ നമ്മൾ അറിവായ നാൾ മുതൽ നമുക്കൊപ്പം ഉള്ള ആളാണ് നമ്മുടെ സംഗീതം, നമ്മൾ പാട്ട്. നല്ല ഉത്തരം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞു മനമൊരുകുകിൽ, നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞു മനമൊരുകുകിൽ, ആറ്റാനും മാറ്റാനും ഞാനില്ലേ.
ലക്ഷ്മി, വീട്ടിൽ ആരാണ് ഏറ്റവും വലിയൊരു പ്രോത്സാഹനം തരുന്നത് ഈ ഒരു സംഗീതത്തിനൊക്കെ? എൻ്റെ മക്കളാണ്. എൻ്റെ ഇളയ മോനാണ്. ഓ, ശരി ശരി. മൂത്ത ആളത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇളയാൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നാൽ തന്നെ അവൻ പറയും, അമ്മ ആ പാട്ട് അന്നത്തെ കാട്ടി ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഇപ്പോഴാണ് ശരിയായത്, അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ലക്ഷ്മിക്ക് പഠിക്കാൻ പറ്റാതെ പോയ ഒരു ക്ലാസിക്കൽ മ്യൂസിക് മക്കൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അവർക്ക് പാട്ടിനോടൊന്നും ഇല്ല താല്പര്യം. ഇപ്പം പിള്ളേർക്കൊക്കെ ഫുട്ബോൾ അതൊക്കെ അല്ലേ. പാട്ടിൽ രണ്ടുപേർക്കും താല്പര്യമില്ല അല്ലേ? ഓക്കെ. ഇപ്പോൾ ന്യൂട്ട് ഫീഡിങ് സ്റ്റാഫായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ന്യൂട്ട് ഫീഡിങ് സ്റ്റാഫായിട്ട് കയറുന്നതിന് മുന്നേ എനിക്ക് കാറ്ററിംഗ് വർക്കൊക്കെ ആയിരുന്നു. ഓ, ശരി. അത് അങ്ങനെ സ്കൂളിലെ വർക്കുകൾ ചെയ്ത് കൊടുത്താണ് അവരതിലേക്ക് എന്നെ വിളിച്ചത്. ഓ, ശരി. ഇപ്പം അത് നിർത്തിയപ്പോൾ ഇപ്പോഴും പഴയ പോലെ വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ഐറ്റങ്ങളൊക്കെ ഓർഡറുകൾ കിട്ടാറുണ്ട്. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് കൂടെ പോവാം. അപ്പോൾ ലക്ഷ്മി, വളരെ സന്തോഷം മ്യൂസിക് സ്റ്റേഷനിൽ വന്ന് പങ്കെടുത്തതിലും നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് പാടിത്തന്നതിലും. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ലക്ഷ്മിയുടെ ആഗ്രഹം പോലെ തന്നെ ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമിൽ, അതും ഏറ്റവും സ്വപ്നതുല്യമായ ഒരു കാര്യമാണ് ചിത്രചേച്ചിയുടെ കൂടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റട്ടെ. പാട്ടിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ഇനിയും പാട്ട് തുടർന്ന് പഠിക്കാനുമുള്ള സാഹചര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. എന്താണ് നമ്മളുടെ മ്യൂസിക് സ്റ്റേഷൻ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? നനച്ചിരിക്കാതെ ഈ ചാനലിലേക്കൊരു പ്രോഗ്രാമിനെ വിളിച്ച ടീച്ചറിനെയും ഇവിടെ ഇത്രയും നേരം എൻ്റെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത ചേട്ടന്മാർക്കും എൻ്റെ പാട്ട് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരോടും എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അത് തീർച്ചയായും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പറയുകയാണ്. നന്ദി, നമസ്കാരം. മ്യൂസിക് സ്റ്റേഷൻ ഇത് ഒരു സംഗീതയാത്രയാണ്. ഏതൊരു യാത്രയിലും എന്നതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ സഹകരിക്കുന്ന, പങ്കെടുക്കുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. മറക്കരുത്, ഇതൊരവസരമാണ്. ആരും ഈ അവസരം പാഴാക്കരുത്.